പണിമുടക്കിയതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായി സ്തംഭിച്ചു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കടയുടമകൾക്ക് വിതരണം ആരംഭിക്കാനായിട്ടില്ല. ഇതോടെ റേഷൻ വാങ്ങാനെത്തിയവർ വലഞ്ഞു. ഇത്രയും സമയം വരെ ഒരു കാർഡ് അടിക്കാനും പറ്റില്ല. നമുക്ക് കടക്കാരനും ഇത് കൈവച്ചാലേ കയറാൻ പറ്റുള്ളൂ. ആ കയറാനുള്ള സാഹചര്യം പല കാർഡുകാരും വന്ന് എല്ലാവരും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കൂലിവിലക്കാരായ പല കാർഡ് ഉടമകളും വന്ന് അവർക്ക് ജോലി നഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. റേഷൻ കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ 9 മണിക്ക് വന്നതാണ്. ഇത്രയും നേരമായിട്ട് ഇത് പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ജോലി കൂലിപ്പണിയാണ്. ഇത് റേഷൻ വാങ്ങിച്ചിട്ട് വേണം പണിക്ക് പോകാൻ. ഇന്നത്തെ പോക്ക് പണി പോയി. നെറ്റ്വർക്ക് തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ഭക്ഷ്യവകുപ്പ് വിശദീകരിക്കുന്നത്. അനുരു അശോകൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരു, എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം? എന്താണ് പ്രശ്നത്തിൻ്റെ കാരണം? സാങ്കേതികമായ പ്രശ്നമാണോ? എപ്പോഴത്തേക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത്? അനുരു, കേൾക്കാമോ? അനുരു, എന്താണ് ഈ പോസ്റ്റിലെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴത്തേക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത്? സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം റേഷൻ വിതരണം സ്തംഭിക്കുന്നത് രാവിലെ 9 മണിയോടുകൂടി റേഷൻ വ്യാപാരികൾ കടയിലെത്തി പോസ്റ്റ് മെഷീൻ ഓണാക്കുമ്പോഴാണ് ഈ സംവിധാനം താറുമാറായതായി കണ്ടത്. ഈ റേഷൻ വിതരണം ജൂലൈ മാസത്തിലെ വിതരണം അവസാന ഘട്ടത്തോടെ എത്തുന്നതോടുകൂടി തന്നെ കടകളിലൊക്കെ തന്നെ നൂറുകണക്കിന് കാർഡുടമകളാണ് ഈ സാധനങ്ങൾ വാങ്ങാൻ കാത്തുനിന്നത്. പക്ഷേ ഈ പോസ്റ്റ് മെഷീൻ ഓണാക്കാൻ കഴിയാത്തതോടുകൂടി, അല്ലെങ്കിൽ വ്യാപാരികൾക്ക് ബയോമെട്രിക് സംവിധാനം വഴി വിരൽ പതിപ്പിച്ച് ഈ പോസ്റ്റ് മെഷീനിലേക്ക് കടക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പ്രതിസന്ധി രൂപപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ഭക്ഷ്യവകുപ്പ് അധികാരികളോട് വ്യാപാരികൾ കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും ആ സമയത്ത് ഒരു മറുപടി നൽകാൻ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. ഇതോടുകൂടി പലരും കടകളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. കാർഡുകൾ കടകളിൽ നൽകിയ ശേഷമാണ് ഇവർ പോയത്. ഇതിന്റെ ഒരു കാര്യം, ഈ പോസ്റ്റ് മെഷീനിൽ വ്യാപാരികൾക്ക് പോലും കടക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി മാനുവലായി പോലും റേഷൻ വിതരണം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിതരണം നടക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഉച്ചയോടുകൂടി റേഷൻ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരം 4 മണിക്ക് ശേഷം മാത്രമേ ഈ കടകൾ തുറക്കൂ എന്നുള്ള നിലപാടിലാണ് വ്യാപാരികൾ. കാരണം ഒരു ഭക്ഷ്യവകുപ്പിൽ നിന്ന് ഒരു മറുപടി വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് നമ്മൾ ഭക്ഷ്യവകുപ്പ് അധികാരികളോട് ചോദിച്ചപ്പോൾ സംസ്ഥാന ഡാറ്റാ സെന്ററിൽ ഉണ്ടായ ഒരു മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ റേഷൻ വിതരണം താറുമാറാകാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ ഈ ഒരു സംവിധാനം പുനഃക്രമീകരിക്കാൻ കഴിയുമെന്നാണ് ഭക്ഷ്യവകുപ്പ് അധികാരികൾ പറയുന്നത്. എന്തായാലും 4 മണിക്ക് റേഷൻ കടകളും തുറക്കും. ആ ഒരു ഘട്ടത്തിലെങ്കിലും സംസ്ഥാനത്തെ ഈ ഒരു റേഷൻ വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വ്യാപാരികളും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥരും. അനുരു അശോകനാണ് വിശദാംശങ്ങൾ നൽകിയത്.